പൂരലഹരിയിലാണ് പാലക്കാടും. 5 പൂരങ്ങളാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ നടക്കുന്നത്. 90 ആനകളാണ് പാലക്കാട്ടേക്ക് എത്തുക. നല്ല ചൂടാണ് കേട്ടോ. പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെയുള്ള 1500 വാദ്യ കലാകാരന്മാരും വിവിധയിടങ്ങളിൽ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്കുകൾക്ക് ഇന്ന് അവധിയുമാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ചിനക്കുത്തൂരടക്കം പൂരമാണ്. 5 പൂരമാണ്. വലിയ ആൾത്തിരക്കുണ്ടാവുന്ന ഇടങ്ങളാണ് എല്ലായിടങ്ങളും. ചിനക്കുത്തൂർ പൂരത്തിന് ഇന്ന് പ്രാദേശിക അവധിയുണ്ട്. മണ്ണാർക്കാട് പൂരത്തിനും അവധിയുണ്ട്. വളരെ പ്രസിദ്ധമായ പൂരങ്ങളാണ് ഇത് രണ്ടും. ധാരാളം ആനകൾ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ചൂടും കൂടുതലാണ്. പക്ഷേ ചൂടിനെ അവഗണിച്ചും ഭക്തജനങ്ങൾ എത്തും പൂരത്തിന്, അല്ലേ? കൂടി ഇപ്പോൾ 38 ഡിഗ്രി പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇന്ന് പാലക്കാട്ടുകാർ പൂരലഹരിയിൽ ഒന്ന് അലിഞ്ഞു വീഴുന്ന ഒരു ദിവസമാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളായ ചെനക്കത്തൂർ പൂരം, മണ്ണാർക്കാട് പൂരം, വായിലേങ്കുന്ന് പൂരം, അതുപോലെ തന്നെ പാടൂർ വേല, കാളയാർ റോഡ് ആണ്ടുനേർച്ച, ഇതെല്ലാം നടക്കുന്നത് ഇന്നൊരൊറ്റ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ അരുൺ, ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലുള്ള പാലക്കാട്ടുകാരുണ്ടെങ്കിലും അവരെല്ലാം ഇന്ന് പാലക്കാട് ജില്ലയിലേക്ക് ഒഴുകിയെത്തും. കാര്യം അവരെ സംബന്ധിച്ചോളം ഈ പൂരങ്ങളൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത പൂരങ്ങളാണ്. ചെനക്കത്തൂരിലാണെങ്കിൽ ഇന്നലെ തന്നെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. പണ്ടാരക്കുതിരയ്ക്ക് തലവെക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഇന്നലെ കഴിഞ്ഞിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ചെനക്കത്തൂർ പൂരത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടുള്ള ഈ കുതിരക്കളി നടക്കുക. അതിനുശേഷമാണ് 27 ഗജവീരന്മാർ അണിനിരക്കുന്ന ഈ ഒരു ആനപ്പൂരം നടക്കുന്നത്. വായിലേങ്കുന്നിലാണെങ്കിലും മണ്ണാർക്കാട് പൂരത്തിലാണെങ്കിലും ഇന്നാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവിടെയുള്ള ആറാട്ടുകളെല്ലാം നടക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് കാളയാർ റോഡ് ആണ്ട് നേർച്ച ഉൾപ്പെടെയാണ്. ജില്ലയിൽ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട ആഘോഷ ചടങ്ങുകളിൽ ഒന്നാണ് ഈ കാളയാർ റോഡ് ചന്ദ്രകുളം ആണ്ട് നേർച്ച. ഈ നേർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നേർച്ച നടക്കുന്ന ഈ ദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ അന്നദാനങ്ങൾ നടക്കും. അവിടെ ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ അന്നദാനത്തിൽ പങ്കെടുക്കുക. ഈ അന്നദാനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഈ ദേശങ്ങളിൽ നിന്നുള്ള ഈ നേർച്ചകൾ ആരംഭിക്കുക. ഏതായാലും വലിയ രീതിയിൽ പാലക്കാട്ടുകാർ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ പൂരലഹരിയിലേക്ക് പാലക്കാട്ടുകാർ വീഴുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. 90 ആനകൾ, കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള 90 ആനകൾ, അതിൽ പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, അതുപോലെ തന്നെ പുതുപ്പള്ളി കേശവൻ, ചെറുപ്പശ്ശേരി അനന്തപത്മനാഭൻ ഉൾപ്പെടെ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള 90 ആനകൾ ഇന്ന് ജില്ലയിലേക്ക് എത്തും. പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെ 1500 വാദ്യ കലാകാരന്മാരാണ് ഈ വിവിധ പൂരങ്ങളിലായി ഇന്ന് അണിനിരക്കുക. മാത്രമല്ല ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് ചടങ്ങുകൾക്കായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുക. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ തന്നെ പാലക്കാട് കുളപ്പുള്ളി റൂട്ടിൽ വലിയ രീതിയിൽ ഒരു ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. ചിനക്കത്തൂർ പൂരം നടക്കുന്നത് ഈ ഒരു പാതയിലാണ്. മാത്രമല്ല ഈ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന പാതയിലെല്ലാം വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടുകൂടി പാലക്കാട് നിന്ന് കുളപ്പുള്ളിയിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്കൊന്നും പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ ഒരു ഗതാഗത നിയന്ത്രണം തന്നെ ഈ പൂരങ്ങളെ തുടർന്നുണ്ടാവും. ഇന്ന് ഈ ഒരു ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ വലിയ തിരക്കാണ്. പാലക്കാട് പൂരങ്ങൾക്ക് 5 പൂരങ്ങളാണ്. മണ്ണാർക്കാട് പൂരം, ചിനക്കത്തൂർ പൂരം. നേരത്തെ പറഞ്ഞതുപോലെ തനിക്കൊത്ത രീതിയിൽ പൂരം കൊള്ളാൻ ചിനക്കത്തൂർ ഒരുങ്ങുന്നു, മണ്ണാർക്കാട് ഒരുങ്ങുന്നു. അങ്ങനെ അതുകൂടാതെ 3 പൂരങ്ങൾ കൂടി. അങ്ങനെ പാലക്കാട് ജില്ലയിലും പൂരങ്ങളുടെ പെരുമയാണ്.